കാത്ത ദിവസം വന്നെത്തിയിട്ടാ നമ്മളെ ബാങ്കിലെ ഓണാഘോഷം. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണല്ലേ നമുക്ക് ഉടുത്തൊരുങ്ങി അടിപൊളിയായിട്ടൊക്കെ പോകാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മൾ പൂവിടാനൊന്നും നിൽക്കാണ്ട് സാരിയൊക്കെ ചുളിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാനും ഭവിതേച്ചി മാറി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണേ. 2 ശശിയേട്ടന്മാരും മാഷും കൂടിയാണ് പൂക്കളും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അവരെല്ലാം കൂടി പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കുമ്പോഴത്തേക്ക് നമ്മളെ കലാപരിപാടി തുടങ്ങി. ഫോട്ടോഷൂട്ട് ഇടുന്ന പോലെ അങ്ങ് ആക്കുക, അല്ലാണ്ട് ഇട്ടിട്ടൊന്നല്ല. ആദ്യം ഭവിതേച്ചി, പിന്നെ ഞാൻ. ഇത് തന്നെ പരിപാടി. കുയ്യപ്പം ഉണ്ടയില്ലാത്ത പരിപാടി ഇവിടെ ഇല്ല. ബാങ്കിൽ വൈകുന്നേരത്തെ ചായക്ക് അധിക ദിവസവും ഉണ്ടയോ അല്ലെങ്കിൽ കുയ്യപ്പൊക്കെ ആട്ടോ ഉണ്ടാകുക. ഇന്നും സെയിം തന്നെ. കുയ്യപ്പം കണ്ടേരം തിന്നണമെന്നുണ്ട്, പക്ഷേ ലിപ്സ്റ്റിക്ക് പോകാനും പാടില്ല. അങ്ങനെ റിസ്ക് എടുത്ത് തിന്നാട്ടോ. ബാക്കിയുള്ള പൂവെല്ലാം ഓരോയിലേക്ക് വേക്കാക്കുന്നു വിദേശി. ഇതവിടെ ശശിയായിട്ട് സെറ്റാക്കുന്നു. ഇട്ടേൻ്റെ ബാക്കി പൂവില്ലേ, അതെല്ലാം അവിടെ നിന്ന് ഓതി വെച്ച് സെറ്റാക്കട്ടോ. ശശിയേട്ടൻ ഒരു ഭാഗത്ത്, ഭവിതേച്ചി ഒരു ഭാഗത്ത്. അങ്ങനെ എനക്കും കിട്ടിയിട്ടോ കുറച്ച്. അത് ഞാനും കെട്ടി വെച്ചു. നമ്മൾ പൂവെല്ലാം ഇട്ട് സെറ്റായി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രാജീവ മാഷും രതീഷ് ഏട്ടനും അങ്ങനെ ബാക്കിയുള്ള ഡയറക്ടർമാരെല്ലാവരും വന്നിക്കിട്ടോ. പിന്നെ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കലും പരിപാടിയൊക്കെയാണ് കേട്ടോ. ഡയറക്ടർമാർക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടേ. ഈനാണല്ലോ നമ്മളിങ്ങനെ കാത്ത് നിൽക്കുന്നതും. അങ്ങനെ എല്ലാവർക്കും കിട്ടി. അവസാനം എനക്കും കിട്ടിയേ. 1-ാം തീയതി കിട്ടിയ സാലറിയും 2-ാം തീയതി കിട്ടിയ ഓണക്കൈനീട്ടും. ആഹാ, അടിപൊളിയില്ലേ. രാജീവൻ മാഷ് എല്ലാവർക്കും ഓണാശംസകളൊക്കെ നേർന്നുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൈനീട്ടൊക്കെ കൊടുക്കുകയാണേ. മാഷ് പണ്ട് തന്നെ പയ്യോളി ഹൈസ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മളെ ബാങ്കിൻ്റെ ഒരു ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് സാറ്. കൈനീട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളടുത്ത പരിപാടി സദ്യ തിന്നാൻ പോലെ. ഹോട്ടൽ ബ്ലൂ ഡയമണ്ടിലാണ് സദ്യയൊക്കെ ഓർഡർ ചെയ്തേ. പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഇട്ട് നല്ല അടിപൊളി ഒരുപാട് വിഭവങ്ങളൊക്കെ ഉള്ള അടിപൊളി സദ്യ കേട്ടോ. ഇതെൻ്റെ 2ാമത്തെ ഓണസദ്യയാണേ. ഒന്ന് നമ്മളെ സ്കൂളിൽ വെച്ച് ആദ്യം കഴിഞ്ഞ്, ഇത് 2ാമത്തെ. എന്തായാലും സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. പൈനാപ്പിൾ പച്ചടി സൂപ്പറായിരുന്നു കേട്ടോ. ഞാനത് പിന്നെയും ഇങ്ങനെ വാങ്ങി തിന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചിക്കൻ പീസ് ഉണ്ടെങ്കിലേ പൊളിക്കേനും. ചോറ് ഞാൻ ബാക്കി വെക്കൂലായിരുന്നു, ഫുള്ളും തിന്നേലും. ചിക്കൻ പീസ് ഇല്ലാത്തതുകൊണ്ട് അത് മാത്രമാണ് വെച്ചു. അങ്ങനെ ചോറും കഴിഞ്ഞ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.